നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള കിഫായ കേക്കാണ്. ഇപ്പോൾ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പല സാധനങ്ങളും കിട്ടാത്തതുകൊണ്ടാണ് പല കേക്കുകളും ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് വൈകുന്നത്. എന്തെന്നാലും ഇത് നമ്മൾ കിഫായ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിന്റെ ടേസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ചിക്കൂസ് സ്പെഷ്യൽ സിറപ്പും സ്പെഷ്യൽ ഫില്ലിങ്ങും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഒരു കേക്കും നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് ഓവനും ബീറ്ററും ഇല്ലാതെ തന്നെയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ നടക്കുന്ന കാര്യം അറിയായിരിക്കുമല്ലോ. അപ്പം ഇന്നാണ് നമ്മൾ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം അത് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് അതിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ ജൂലൈ 3-ാം തീയതി രാവിലെ 10 മണിക്ക് ആരൊക്കെയാണ് നമ്മുടെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേയുടെ ജൂൺ മാസത്തെ വിന്നേഴ്സ് എന്നറിയാം. അപ്പൊ കാണാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗിവ് അവയെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. ഇതൊക്കെയാണ് നമ്മുടെ വിന്നേഴ്സിന് കൊടുക്കുന്ന സമ്മാനങ്ങൾ. അപ്പൊ നമുക്ക് നല്ല അടിപൊളി കിഫായ കേക്കിന്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ കിഫായ കേക്ക് ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിന്റെ പകുതി ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് പിസ്താഷ്യോ വേണം. നമ്മുടെ കിഫായ കേക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ളത് പിസ്തയാണ് കേട്ടോ. ഇതിപ്പോൾ തോടോട് കൂടിയതുണ്ടാവും, അതൊരു 15 എണ്ണം ഒക്കെ എടുക്കാം. ഇതിപ്പോൾ ചെറിയൊരു ഉപ്പുണ്ട്, അപ്പം നമുക്കതൊന്ന് തട്ടി കൊടുക്കാം. പൊളിച്ചതിന് ശേഷം തട്ടി കൊടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഹോം ബേക്കേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബൾക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പം റേറ്റും കുറച്ച് കുറവായിരിക്കും. ഓൾറെഡി പൊളിച്ചതുണ്ടാവും, അപ്പം അതൊന്നും പൊളിക്കേണ്ട പണിയുമില്ല. അത് വാങ്ങിച്ചാലും മതി. അപ്പം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് പൊടിഞ്ഞിട്ടൊന്നുമില്ല, തരിതരിപ്പോട് കൂടിയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ മൈദയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കാം. നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അതായത് 1/2 കപ്പിന്റെ 1/4 ഭാഗത്തോളം എടുത്തിരുന്നാൽ മതി. അതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം. 5 ഇഞ്ച് വരുന്ന ബേക്കിംഗ് ട്രേ ആട്ടോ എടുക്കുന്നത്. ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് മിക്സിയുടെ ജാറിലാണ്. ബീറ്റർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് ചെയ്താൽ മതി. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതോടെ ചേർത്ത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പിസ്ത ഇല്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കൊന്നും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇതിന് പകരം കാഷ്യൂ നട്ട് വെച്ചിട്ട് പൊടിച്ചിട്ടാലും മതി. പക്ഷെ ഹോം ബേക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ പിസ്താഷ്യോ തന്നെ എടുക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് അതിൻ്റെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. പിസ്താഷ്യോ മാംഗോ കോമ്പിനേഷനാണ് കിഫായ കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കരുത്. അപ്പോൾ മൈദ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് കളർ കൊടുക്കാനായിട്ട് ലൈറ്റ് ഗ്രീൻ കളറാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഒറ്റ ഡ്രോപ്പ് മാത്രം കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജെൽ കളറാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ 1/2 കിലോ വരുന്ന ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 1 കിലോയുടെ കേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 3 മുട്ട എടുത്തിരുന്നാലും മതി. അപ്പോൾ ബേക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ നമുക്കൊരു 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സിയിൽ ചെയ്തുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ചേർക്കുന്നത്. ഇപ്പോൾ ബീറ്റർ വെച്ച് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി നമുക്കിത് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്ക്വയർ വെച്ചൊന്ന് എയർ ബബിൾസ് ഒന്ന് പൊക്കി കൊടുക്കുകയാണേ. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ നന്നായിട്ടൊന്ന് പോട്ടെ. നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റ് ആയിട്ട് മീഡിയം ഫ്ലെയിമിൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. കേക്കിൻ്റെ സ്മെല്ല് വരുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചോണേ. അപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്കിന് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട്. സ്ക്വയർ വെച്ചൊന്ന് കുത്തി നോക്കുകയാണ്. ഒന്നും പറ്റിപ്പിടിച്ചിട്ടില്ല. നമുക്കിത് എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കിഫായ കേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മാംഗോയുടെ ഫില്ലിങ്ങും മാംഗോയുടെ സ്പെഷ്യൽ സിറപ്പൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് സോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത നാരൊന്നുമില്ലാത്ത മാങ്ങ എടുത്തിരുന്നാൽ മതി. അത് നമുക്ക് മുറിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു കപ്പോളം വരും. കുറച്ച് പീസസ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ചതിന് ശേഷം ഒരു 3 മിനിറ്റും കൂടെ ഒന്ന് വെച്ച് തിളപ്പിക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണേ, അടിയിൽ പിടിക്കാതെ നോക്കണം. കാരണം
വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതൊരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് മതി. അത് നമുക്ക് ഓഫാക്കി കൊടുക്കാം. അതവിടെ ഇരുന്ന് തണുക്കട്ടെ. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അടച്ചു വെച്ച് കൊടുക്കണ്ട, കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ആവി വെള്ളം അതിൽ വീഴും. ഇപ്പോൾ നമ്മുടെ മാംഗോ പൾപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഫില്ലിങ്ങിനും സിറപ്പിനും വേണ്ടിയിട്ട് എടുക്കേണ്ട മാംഗോ. ഇത് മാത്രമേ മതി. നമുക്ക് ഇതിൻ്റെ പകുതി പോർഷൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം അടിച്ച് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തിക്കാണ് കേട്ടോ. സാധാരണ നമ്മുടെ സിറപ്പ് പോലെ ലൂസായിട്ടല്ല ഉള്ളത്. ഈ ഒരു സിറപ്പിലാണ് നമ്മൾ കേക്ക് സോക്ക് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി കേട്ടോ ഈ ഒരു സിറപ്പിൽ കേക്ക് സോക്ക് ചെയ്യുമ്പോൾ. അത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇപ്പോൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ സോക്ക് ചെയ്യാൻ നേരത്തെ എടുത്ത് കുറച്ച് സമയം പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷമേ സോക്ക് ചെയ്യാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഇത് നമ്മുടെ ബാക്കി പകുതി മാംഗോയുടെ പൾപ്പില്ലേ, അതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മാങ്ങ കഷ്ണങ്ങളില്ലേ, അതൊന്ന് ചെറുതാക്കി നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. വളരെ ചെറുതാക്കിയിട്ട് ഇടണം. ആ കട്ട് ചെയ്ത മാങ്ങ കഷ്ണങ്ങളും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫില്ലിങ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്, ഈ ഒരു മാംഗോ ഫില്ലിങ്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. കാരണം എന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് തണുത്തിരിക്കട്ടെ. ഈ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ തലേ ദിവസം ചെയ്ത് വെക്കാം. ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. മാങ്ങ കഷ്ണങ്ങൾ അങ്ങനെ തന്നെ വെറുതെ ഇടണ്ട. ഇതുപോലെ ഈ ഒരു മാംഗോ പൾപ്പിൽ കോട്ട് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാങ്ങയുടെ ആ ഒരു ഫ്രഷ്നെസ് ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പുളി ഇല്ലാത്ത മാങ്ങ വേണം കേട്ടോ എടുക്കാനായിട്ട്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് കഴിക്കുന്ന സമയത്ത് ആ പുളിപ്പ് ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും. പുളി ഇല്ലാത്ത മാങ്ങ അല്ലാന്നുണ്ടെങ്കിൽ ഇട്ടില്ലേലും കുഴപ്പമില്ല. ഈ മാംഗോ പൾപ്പ് മാത്രമായിട്ട് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. കേക്ക് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള കേക്ക് തന്നെയാണ്. ഞാൻ 5 ഇഞ്ചിൻ്റെ ഈ ഒരു ട്രേയിലാണ് വെച്ചത്. അതുകൊണ്ടാണ് നടുഭാഗം ഇച്ചിരി പൊങ്ങിയത് കേട്ടോ. അതെന്തായാലും ആ ട്രേയിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. മോൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. 3 ലെയറായിട്ടൊക്കെ നല്ല ഉഷാറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കിട്ടും കേട്ടോ. 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സോക്ക് ചെയ്യണം. അത് നമുക്കൊരു 3 പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ സിറപ്പ് പോലെ അല്ലല്ലോ. നമ്മുടെ സിറപ്പ് എന്ന് പറയുന്നത് കുറച്ച് തിക്കാണ്. അപ്പോൾ അത് പെട്ടെന്ന് കേക്കിലേക്ക് അബ്സോർബ് ആവില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മിക്സിയിൽ ചെയ്തുകൊണ്ടാണ്. ബീറ്റ്റൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ ഫ്ലഫിനെസ്സും സോഫ്റ്റ്നെസ്സും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അധികം ഒന്ന് കുത്തേണ്ടിയൊന്നും വരില്ല. ഇനി നമുക്കിതാ നമ്മുടെ സ്പെഷ്യൽ സിറപ്പ് കൊണ്ടൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായിട്ട്, അത്യാവശ്യം തിക്കായിട്ട് തന്നെ കേട്ടോ ഇരിക്കുന്നത്. അത് ഒഴിച്ചിട്ട് എല്ലായിടത്തും അങ്ങ് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് സമയം ഒന്ന് വെക്കണം കേട്ടോ. നമ്മുടെ സാധാരണ സിറപ്പ് വെക്കുന്ന പോലെയല്ല, കുറച്ച് സമയം ഒന്ന് വെച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് ഇത് ആ പ്ലേറ്റിൽ തന്നെ വെച്ചൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് ഇപ്പുറത്തെ സൈഡും നമുക്ക് ഈ ഒരു സിറപ്പ് വെച്ച് സോക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മിക്സിയിൽ ചെയ്തുകൊണ്ടാണ് അത് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിത് തിരിച്ചൊക്കെ ഇടുന്ന സമയത്ത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. അതിനനുസരിച്ച് കേക്ക് സോക്ക് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ തിരിച്ചിട്ടിട്ടും എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അതവിടെ ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും ബാക്കി സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. കുറച്ച് ക്രീം ആക്കി കൊടുക്കുകയാണേ. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കണം. നമ്മൾ സാധാരണ കേക്കിൻ്റെ ലെയർ വെക്കുന്ന പോലെ ഇത് വെക്കാൻ പറ്റില്ല. നമുക്ക് എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പൊടിഞ്ഞു. അപ്പോൾ നമ്മൾ പ്ലേറ്റ് ഒന്ന് സൈഡിലേക്ക് ചരിച്ചിട്ട് ഒരു പാലറ്റ് നൈഫ് കൊണ്ടോ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടോ പതുക്കെ ഒന്ന് തട്ടി അങ്ങ് ബോർഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ക്രീം വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ഒരു പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫില്ലിങ് അത് വെച്ച് കൊടുക്കാം. അത് ഫില്ലിങ് വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് ആ ക്രീമിലേക്കൊന്ന് അമർത്തി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ലെയർ വെക്കുമ്പോൾ പൊങ്ങിയും താണൊക്കെ ഇരിക്കും. ചെറിയ കഷ്ണങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വലിയൊരു പ്രശ്നം വരില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പിസ്തയും കാഷ്യൂ നട്ടും കൂടെ ക്രഷ് ചെയ്തതാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ കേക്കും അതേപോലെ തന്നെ വെച്ച് കൊടുക്കാം. ക്രീം ആക്കിയിട്ടുണ്ട്. പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. സൈഡിലേക്കൊക്കെ ഇങ്ങനെ ഒലിച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് സൈഡിൽ നിന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുക്കാം. നട്ട്സിൻ്റെ ക്രഷ് ചെയ്തത് മുഴുവനായിട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ലാസ്റ്റ് ലെയറും വെച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങ് സൈഡിലുള്ളതെല്ലാം ആ സ്ക്രേപ്പ് ചെയ്തിട്ട് അവിടെ തന്നെ അങ്ങ് തേച്ച് കൊടുക്കാം. നമുക്ക് ഏറ്റവും മുകളിൽ ക്രീമാക്കി കൊടുക്കുകയാണ്. നമ്മൾ സൈഡിലൊക്കെ ആ ഒരു ക്രീം കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ക്രം കോട്ട് ചെയ്യുമല്ലോ, അതുപോലെ ഒന്ന് ആദ്യം ഒന്ന് കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കണം. എന്നിട്ട് നമുക്കൊന്ന്
ഒന്നുകൂടെ ഒന്ന് ക്രീം ചെയ്ത് സെറ്റാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലത്തെ ഉള്ള ആ ഒരു മാംഗോയുടെ ആ ഒരു കളറൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരും. അപ്പോൾ ഒന്ന് കവർ ചെയ്ത് ഒന്ന് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ ഷേപ്പിലൊന്നും വേണമെന്നൊന്നുമില്ല, നമുക്കൊന്നും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കാനുള്ളതാണ്. ഇത് നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ചൊന്ന് തിക്കാവട്ടെ, ഒരു മണിക്കൂറൊക്കെ ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ മതി. അതപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഫ്രീസറിൽ നിന്ന് എടുത്ത് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് ക്രീം വെച്ചൊന്ന് കവർ ചെയ്തതാണ്. ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. എന്നിട്ട് അതുപോലെ നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ മുൾഭാഗവും സൈഡും ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗണാഷ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾക്ക് ഇത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 2 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരട്ടെ. നമുക്ക് ഈ കേക്കിൻ്റെ മുകളിൽ വെക്കാനുള്ള ഒരു സിമ്പിൾ ചോക്ലേറ്റ് ഡെക്കറേഷൻ ഒന്ന് ചെയ്തെടുക്കാം. ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വൈറ്റ് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ബട്ടർ പേപ്പറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ കൊണ്ട് ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറിയ സ്പൂണാണ്. ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് കേട്ടോ മെൽറ്റ് ചെയ്യുന്നത്. ഒരു ചെറിയ കഷ്ണം വൈറ്റ് കോമ്പൗണ്ട് എടുത്താൽ മതി. ഒരു 75 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി അതിൻ്റെ നടുവിലേക്ക് ഒരു ഡ്രോപ്പ് ഗ്രീൻ കളർ ഒഴിച്ചു കൊടുക്കുകയാണ്. ജെൽ കളറാണ് കേട്ടോ ഒഴിക്കുന്നത്. ലീഫി ഗ്രീൻ കളറാണ്. ഇനി അതൊരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മേലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒരു വൈറ്റും ഗ്രീനും കൂടെയുള്ള നല്ലൊരു ഷെയ്ഡിലൊരു ഡിസൈനായിട്ട് കിട്ടും. അതിനിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, എന്ത് വേണേലും വെറുതെ ജസ്റ്റ് ഒന്ന് മേലോട്ട് അങ്ങ് വലിച്ചു കൊടുത്താൽ മതി. ഒരേപോലെ ഒന്നും വേണമെന്നൊന്നുമില്ല, നല്ല അൺഈവനായിട്ട് ഏത് കൊച്ചുകുട്ടിക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. അത് നമുക്കിതങ്ങ് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് സെറ്റായിട്ട് ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് തന്നെ സെറ്റായി വരും. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ഫ്രീസറിൽ വെച്ചപ്പോഴത്തേക്ക് തന്നെ സെറ്റായിട്ടുണ്ട്. കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് വിരൽ കൊണ്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് തന്നെ ഇളകി ഇങ്ങ് പോകുന്നുള്ളൂ. നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി, ഒരു അൺഈവനായിട്ടുള്ള ഒരു ഡിസൈൻ. ഇത് നമുക്ക് ഫ്രീസറിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. പുറത്ത് വെക്കണ്ട. പുറത്ത് വെച്ചാൽ പെട്ടെന്ന് മെൽറ്റായി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് കാരണം എന്ന് വെച്ചാൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ നല്ല ചൂടാണ് പുറത്ത്. അപ്പോൾ അതുകൊണ്ട് ഫ്രീസറിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. മാങ്ങ കൊണ്ടൊരു പൂവ് ഉണ്ടാക്കി വെക്കാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു മാങ്ങ എടുത്തിട്ട് ഒരു സൈഡൊന്ന് ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി വളരെ തിന്നായിട്ട് നമുക്കൊന്ന് നീളത്തിൽ മുറിച്ചെടുക്കാം. എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗി ഉണ്ടാവും കേട്ടോ. കാണാനായിട്ട് തിക്കാവുന്നതിൽ നല്ലത് വളരെ തിന്നായിട്ടുള്ള സ്ലൈസസ് ആക്കുന്നതാണ്. ഇനിയൊന്നുമില്ല, ഓരോ സ്ലൈസ് ആയിട്ട് എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ചുരുട്ടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ പുറത്തേക്ക് എടുത്തൊന്ന് ചുരുട്ടി വെച്ച് കൊടുക്കുന്നു. അതിൻ്റെ മുകളിൽ പിന്നെയും അങ്ങ് ലെയറായിട്ട് അങ്ങ് വെക്കുക. അത് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ലൊരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആണ് ഇങ്ങനത്തെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു തിന്നാണെന്നുണ്ടെങ്കിലാണ് നല്ല ഭംഗിയായിട്ടുണ്ടാവുക. ആ ഒരു ഇതളുകളൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുണ്ടാവും. നല്ലൊരു പൂവായിട്ട് വരുന്നുണ്ട്. അടിപൊളി. ഒരു നല്ല മാങ്ങ കൊണ്ടുള്ള നല്ലൊരു പൂവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ മുകളിലേക്കുള്ള ഗണാഷ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 120 ഗ്രാം വൈറ്റ് കോമ്പൗണ്ട് മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഒരു 60 ml ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ 1:2 റേഷ്യോയിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതോട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ആ ചൂടിലാത് ബട്ടർ അങ്ങ് മെൽറ്റ് ആയിക്കോളും. ഇനി നമുക്കിതൊരു അരിപ്പയെ കൂടി ഒന്ന് അരിച്ചെടുക്കാം. വൈറ്റ് കോമ്പൗണ്ട് അല്ലേ, അപ്പോൾ ചെറിയ വൈറ്റ് പാച്ചസ് ഒക്കെ ഉണ്ടാവും. നമുക്കിതിലൊന്ന് ചെറുതായിട്ട് കളറൊക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു കപ്പിലേക്ക് ഒന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലൈറ്റായിട്ടൊരു ഗ്രീൻ കളർ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഒറ്റ ഡ്രോപ്പ് മാത്രം ഗ്രീൻ കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം ഒരേ കളർ തന്നെയാണ് ചേർക്കുന്നത്. ഒരു ലീഫി ഗ്രീൻ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി നമുക്കൊരു ഡിസൈൻ കൊടുക്കാനായിട്ട് അവിടെ ഇവിടെയായിട്ട് ഒരു ഗ്രീൻ കളർ തന്നെ ഒന്ന് അവിടെ ഇവിടെയായിട്ട് 2-3 ഡ്രോപ്പ് ഉറ്റിച്ചു കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അവിടെ ഇവിടെ ഒരുപാട് മിക്സ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അപ്പം കേക്ക് ഇതാ ഫ്രീസറിൽ നിന്ന് എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. നന്നായിട്ട് തണുത്തിരിക്കുന്ന കേക്കിൻ്റെ മുകളിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പോറിംഗ് കൺസിസ്റ്റൻസിയിലുള്ള ഗണാഷ് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിക്കുമ്പോൾ താനേ അങ്ങ് ഒഴുകി പോകും. കേക്കിൻ്റെ നല്ല തണുത്തിരിക്കുന്ന കേക്കില്ലേ, അപ്പോൾ അതുകൊണ്ട് ആ തണുപ്പിൽ ഗണാഷ് അങ്ങ് സെറ്റായിരുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ഗണാഷിന് ചെറിയ ചൂടുണ്ട് കേട്ടോ. നേരത്തെ ചൂടോട് കൂടി വേണം ഒഴിച്ചു കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ തണുത്തിട്ടുണ്ടെങ്കിൽ അത് കുറേ കൂടെ കട്ടിയാകും. അപ്പോൾ നമുക്കിത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ഫിനിഷിങ് കിട്ടില്ല. നടുവിലേക്ക് തൊടണ്ട കേട്ടോ, ആ സൈഡിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഡിസൈനായിട്ട് സൈഡിലൊക്കെ ഒരു നല്ലൊരു ഡിസൈനായിട്ട് തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് മതി. നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൂവില്ലേ, മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയ റോസ് ഫ്ലവർ, അത് വെച്ച് കൊടുക്കാം. അതങ്ങ് ഒരു പാലറ്റ് നൈഫ് കൊണ്ട് അങ്ങ് എടുത്തിട്ട് അതങ്ങ് പതുക്കെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അതവിടെ ഇരുന്നോളൂ കേട്ടോ. അതങ്ങ് ആ മാങ്ങയുടെ നനവ് കൊണ്ട് എല്ലാ ഇതളും അങ്ങ് ഒട്ടിയിരിപ്പുണ്ട്.
അടിപൊളി, നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ ഫ്രീസറിൽ വെച്ചിട്ടുള്ള സംഭവമില്ലേ, അതെടുത്തോണ്ട് വരട്ടെ. നമുക്ക് പതുക്കെ അങ്ങ് കുത്തി അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. വലുത് ചെറുത് ചെറുത് അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. പല സൈസിലൊക്കെയാണ് ഉള്ളത്, അതുകൊണ്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു പ്രത്യേക ലുക്ക് കേട്ടോ. എന്തോ ഒരു നല്ലൊരു പച്ചപ്പോട് കൂടിയിട്ടുള്ള ഒരു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മൾ ഒരുപാട് സമയം നമ്മളിത് പുറത്ത് വെക്കണ്ട, നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ തണുപ്പൊക്കെ ഒന്ന് മാറി. ഇപ്പം നമ്മൾ നന്നായിട്ട് തണുത്തിരിക്കുന്ന കേക്കാണ്. കാരണം സാധാരണ കേക്ക് പോലെ അതിനകത്ത് മാങ്ങയുടെ കഷ്ണങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല തണുപ്പായിരിക്കും. ഫ്രീസറിൽ 2 മണിക്കൂർ ഇരുന്നല്ലേ, അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച് ആ തണുപ്പ് മാറി ഫ്രിഡ്ജിൻ്റെ തണുപ്പായതിന് ശേഷം എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ശരിക്കും നമ്മൾ വിവരം അറിയും. നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചെടുക്കാം. അപ്പം നാളെ കട്ട് ചെയ്യാം. ഇപ്പോൾ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി ലുക്കാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്യണ്ടേ? കഴിക്കട്ടെ. എന്താ പറയാ, അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രത്യേക ഫ്ലേവറാണ്. കേക്കിനാണെങ്കിലും ആ പിസ്താഷ്യോ ഒക്കെ കടിക്കുന്നുണ്ട്. അത് മാത്രമല്ല മാങ്ങയുടെ പീസസ് അതെല്ലാം ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ ആ ഒരു സിറപ്പും അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ മാങ്ങയുടെ ആ ഒരു സിറപ്പ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിക്കൂടെ? നമ്മൾ മിക്സിയിലൊക്കെ അല്ലേ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നാളെ രാവിലെ 10 മണിക്ക് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.